അപ്പോൾ അവർ, ഇവിടെ 5 അപ്പവും 2 മീനുമല്ലാതെ ഞങ്ങളുടെ പക്കൽ ഒന്നും ഇല്ല. യേശു തമ്പുരാൻ അവരോട്, അത് ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ദൈവവചനം കേൾക്കുവാനുള്ള ആഗ്രഹത്തോടെ എത്തിയ ജനസമൂഹത്തിന് ആഹാരം നൽകുവാൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നു. ദൈവവചനം ശ്രവിക്കുവാൻ താല്പര്യത്തോട് വന്ന ജനത്തിന് ഭക്ഷണം നൽകേണ്ട ബാധ്യത ശിഷ്യന്മാർക്ക് ഉണ്ട് എന്ന് കർത്താവ് അവരെ ബോധ്യപ്പെടുത്തുന്നു. തങ്ങളുടെ ബലഹീനതയെ കർത്താവിനോട് തുറന്നു പറഞ്ഞ ശിഷ്യന്മാർ തങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നതിനെ തമ്പുരാന്റെ പക്കൽ സമർപ്പിക്കുന്നു. അങ്ങനെ ലഭിച്ച 5 അപ്പവും 2 മീനും കൊണ്ട് അവിടെ കൂടിയ ജനസമൂഹത്തെ മുഴുവനും തമ്പുരാൻ തൃപ്തിപ്പെടുത്തുന്നു. ദൈവമാണ് ഈ ലോകത്തിൻ്റെ പരമശക്തി എന്നും ഈ പ്രപഞ്ചമെല്ലാം തൻ്റെ നിയന്ത്രണത്തിലാണെന്നും കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നു. ഇതിലൂടെ ആ വിശന്നിരിക്കുന്നവരെ കാണുമ്പോൾ അവരെ കരുതേണ്ട ചുമതല ക്രിസ്തു ശിഷ്യന്മാർക്ക് ഉണ്ട് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം നൽകുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഇന്നത്തെ സാമൂഹിക പരിസ്ഥിതി ഉച്ചനീചത്വങ്ങളെ വരച്ചു കാട്ടുന്നതാണ്. കുറച്ച് ആളുകൾ മാത്രം ജീവിതത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കുമ്പോൾ വലിയ പങ്ക് ആളുകൾ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും ആയിരിക്കുന്നു. അങ്ങനെയുള്ളവരെ കരുതേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് തമ്പുരാൻ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ ആത്മീയ ആവശ്യം മാത്രമല്ല, ശാരീരിക ആവശ്യങ്ങളെയും തമ്പുരാൻ ശ്രദ്ധിക്കുന്നു. മറ്റുള്ളവരുടെ ശാരീരിക ആവശ്യങ്ങളെ നാമും കരുതണം. അത് പങ്കുവെക്കലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തമ്പുരാൻ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അടികൾക്ക് ലഭിച്ചിരിക്കുന്നവയെ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലിരിക്കുന്നവർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി പങ്കുവെക്കലിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ മനം തിരിപ്പിക്കണമേ. ആമീൻ.